നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിങ്കളാഴ്ചകളിൽ ലേഡീസ് ബാൻഡ് സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഇന്ന് നമ്മൾ ചർമ്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. ആരോഗ്യമുള്ള സ്കിൻ സൗന്ദര്യം മാത്രമല്ല, ശാരീരിക മാനസിക ആരോഗ്യത്തിന്റെ അടയാളം കൂടിയാണ്. വേനൽക്കാലത്ത് ചർമ്മം സംരക്ഷിക്കുക എന്നത് ഏറെ പ്രയാസമുള്ള കാര്യവുമാണ്. ചർമ്മം വരണ്ടുണങ്ങുന്നത് മാത്രമല്ല, പല വിധത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷനുകളും ഈ സമയത്ത് ഉണ്ടാകും. ഈ സമയത്ത് ഉപയോഗിക്കേണ്ട സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതിലും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഒപ്പം SMCSI കാരക്കോണം മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ജോവാൻ ഫെലിസിറ്റ സാംസൺ ആണ് ചേരുന്നത്. സ്വാഗതം ഡോക്ടർ ലേഡീസ് ബാൻഡിലേക്ക്. താങ്ക് യു. പ്രേക്ഷകർക്കും ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോഗ്യമുള്ള സ്കിൻ, ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന്റെ ആകെയുള്ള ഒരു ആരോഗ്യത്തെയും മനസ്സിന്റെ ആരോഗ്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഈ വേനൽക്കാലത്ത് ഈ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കുറച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒന്ന് വെയിലത്തേക്ക് ഇറങ്ങിയ ടാൻ ആവും, സ്കിൻ വരണ്ടുണങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും, പല വിധത്തിലുള്ള ചൊറിച്ചിൽ, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പം ഈ സമയത്ത് ഒരു ബേസിക് സ്കിൻ കെയർ അതെങ്ങനെ വേണം എന്നുള്ള ഒന്ന് പറയാമോ? ഓക്കെ. കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭയങ്കര ഒരു വേനലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ സ്കിൻ കെയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഘടകമാണ്. ആദ്യമായി നമ്മൾ മലയാളികൾ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യം തന്നെ ദിവസം 2 നേരം നമ്മളൊന്ന് കുളിക്കുക. അത് കുളിക്കുമ്പം സോപ്പ് തിരഞ്ഞെടുക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ശരീരത്തിനൊരു pH ഉണ്ട്, അത് 5.5 ആണ്. അത് ഉള്ള രീതിയിലെ ക്ലെൻസേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും, എസ്പെഷ്യലി മുഖത്തിന് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്ലെൻസേഴ്സ് അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം. സോപ്പ് യൂഷ്വലി ആൽക്കലൈൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്. അപ്പം അത് അധികം ഉപയോഗിക്കാതെ, അധികം നമ്മൾ വേർക്കുന്ന സ്ഥലങ്ങൾ അല്ലാതെ റെഗുലറായിട്ട് ഫുൾ ബോഡി ഈ സോപ്പ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ മലയാളികൾക്കൊരു ശീലമുണ്ട്, ലൂഫ, ചകിരി, ഈഞ്ച ഇതുപോലെ എന്തെങ്കിലും ഒന്നിട്ട് തേച്ച് കുളിക്കണം എന്നുള്ളൊരു ഫീല്. ആ പ്രവണതയും അത്ര നല്ലതല്ല. എത്രയും ജെൻറ്റിലായിട്ട്, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ കുളിപ്പിക്കുമോ ആ രീതിയിൽ മതി ഉള്ള കുളി, വളരെ മൈൽഡായിട്ടുള്ള ഒരു കുളി. അപ്പം നല്ലൊരു ക്ലെൻസർ, നമുക്ക് യോജിക്കുന്ന ഒരു ക്ലെൻസർ ഉപയോഗിച്ച് കഴുകുക. അത് കഴിഞ്ഞിട്ട് ചിലർക്ക് സംശയമുണ്ട്, ഈ ടോണർ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം. ടോണർ എപ്പോഴും ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. തീരെ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. അതും പറ്റുന്നതും ആൽക്കഹോൾ ഇല്ലാത്ത തരം ഉപയോഗിക്കുന്നത് സ്കിന്നിന്, ചർമ്മത്തിന് നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും അധികം ഇപ്പോൾ എല്ലാവരുടെയും സംശയം, സൺസ്ക്രീൻ എങ്ങനെ തിരഞ്ഞെടുക്കണം, എത്ര വേണം, എത്ര സമയം ഉപയോഗിക്കണം. ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺസ്ക്രീൻ മാത്രം പോരാ. ഇപ്പോൾ ഏതൊരു നല്ലൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ആണെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡോക്ടർ, ഈ സൺസ്ക്രീനിൻ്റെ കാര്യം പറയുമ്പം പല ആളുകൾക്കുള്ളൊരു സംശയമാണ്. ചില ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ പല സ്ഥലത്ത് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ആ ഒരു ട്രോപ്പിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരുക്കിയിട്ടുള്ളതാണ് ഈ സൺസ്ക്രീൻ. ഇന്ത്യൻ കൾച്ചറിലുള്ളവർക്ക്, ഈ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആളുകൾക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു വാദമുണ്ട്. മറ്റൊന്ന്, ചിലർ പറയുന്നത് SPF 30 മതി, ചിലർ പറയും SPF 50+++ വേണം. ഈ SPF 50++ ഉപയോഗിച്ചാൽ അത് ശരീരത്തിന് കേടാണെന്ന വാദമുണ്ട്. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം ഈ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ പല പ്രായത്തിലുള്ള ആളുകൾക്ക് പല വിധത്തിലുള്ള സൺസ്ക്രീനുകളാണോ വേണ്ടത്, അതോ ഈ SPF 30, SPF 50 അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുകൂടി ഒന്ന് പറയാമോ? ആദ്യം അപ്പോൾ ആ SPF എന്നുള്ള വാക്ക് എന്താണെന്നുള്ളത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. SPF അതൊരു അബ്രിവേഷനാണ്, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. എന്താണ് നമ്മൾ ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്ന് എത്ര കണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത ഒരു സ്കിന്നിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആകുന്നു, അതാണ് കണക്ക്. അതായത് ഞാനിപ്പം സൺസ്ക്രീൻ SPF 30 ഉള്ള സൺസ്ക്രീൻ ഇട്ട് പുറത്തു പോയാൽ ഞാൻ അതിടാതെ പുറത്തു പോകുന്നതിനേക്കാളും 30 പ്രാവശ്യം എൻ്റെ സ്കിൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ളതിനാണ്. എന്തിനാണ് ഈ പ്രൊട്ടക്ഷൻ? അതാണല്ലോ നമ്മളിപ്പം ചോദിച്ചതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ഇന്ത്യ, കേരളം പോലത്തെ സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത് സൺസ്ക്രീൻ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആവശ്യം ഉണ്ടെങ്കിൽ അത് ഏത് വേണം എന്നുള്ളത്. ആവശ്യം
ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഒരു ബേസിക് സൺ പ്രൊട്ടക്ഷൻ എപ്പോഴും നല്ലതാണ്. പിന്നെ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഹൈ SPF ഉള്ള സൺസ്ക്രീൻസ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിന് വേറെ കാര്യങ്ങൾ, ചില അസുഖങ്ങൾ ഇതിൽ നിന്ന് പ്രിവെൻറ്റ്, ആക്നി, റൊസേഷ്യ, പിന്നെ ഡിസ്കോയിഡ് ലൂപ്പസ് എറിത്തിമെറ്റോസിസ്, അങ്ങനെയുള്ള ഡിസീസ് കണ്ടീഷൻസിൽ നിന്ന് ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 30-50 ആ റേഞ്ചിലുള്ള സൺസ്ക്രീൻസ് നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ സാധാരണ ഒരു 15 above 15 മുകളിലുള്ള ഏതൊരു സൺസ്ക്രീനും നമുക്ക് ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ മതിയാകും. പിന്നെ ഈ 30-50 എന്ന് പറയുമ്പോഴും വലിയൊരു വ്യത്യാസം വരുന്നില്ല. ഒരു 96% നിന്ന് 96% നിന്ന് 98%, ഒരു 2% കൂടുതൽ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഈ 30-50 ഹയർ ഇതിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത്. ശരി ഡോക്ടർ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. നമ്മളോടൊപ്പം ഒരു കോളർ ഉണ്ട്, അതുകൊണ്ടാണ് ഇടപെട്ടത്. ആരാധ്യയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നത്. ആരാധ്യ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഓക്കെ, എനിക്കൊരു സംശയം, നമ്മള് വെയിലത്തൊക്കെ പോകുമ്പോ മുഖത്ത് ടാൻ അടിക്കുമല്ലോ? പറഞ്ഞോളൂ ആരാധ്യ. മുഖത്ത് ടാൻ അടിക്കുമല്ലോ? അതെ. ആരാധ്യ, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം. അപ്പോ ടാൻ അടിക്കുമ്പോ അതിന്റെ ഒരു ഇതായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണോ? മാറാനുള്ള ടാൻ എങ്ങനെ മാറ്റാമെന്നാണ് ആരാധ്യ ചോദിക്കുന്നത് ഡോക്ടർ. ഓക്കെ, ഞാൻ ആരാധ്യയുടെ ചോദ്യത്തിന് എപ്പോഴും നമ്മൾ പ്രിവെൻഷൻ എങ്ങനെ എന്നുള്ളത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ക്യൂറിനെ പറ്റി പറയുന്നത്. അപ്പം ടാൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ സൺസ്ക്രീൻസ് നമ്മളെ സഹായിക്കും. സൺസ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കണം, എത്ര ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ അത് കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അത് എടുത്ത് പറയാം. പിന്നെ ടാൻ വന്നാൽ നമ്മളത് എന്ത് രീതിയിൽ, ഇപ്പോൾ ടാൻ എന്ന് പറയുന്നത് ഒരു കോമൺ വേർഡാണ്. അപ്പോൾ അത് പല രീതിയിലുണ്ട്. ഇപ്പം ഞങ്ങൾ വെറുതെ ഒരു കറുത്ത നിറം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഫ്രെക്കിൾസ്, ലെൻറ്റിജിൻസ്, അല്ലെങ്കിൽ മെലാസ്മ, ഇങ്ങനെ പല പല കാര്യങ്ങൾ കാരണം ഒരു കറുത്ത നിറം എന്നുള്ളതിന് പല ഡയഗ്നോസുകളുണ്ട്. അപ്പോൾ ഏറ്റവും ഉത്തമം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാൻ, അതിൻ്റെ ശരിക്കുള്ള ഡയഗ്നോസ് എന്താണ് എന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ളൊരു ചികിത്സ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഓക്കെ ആരാധ്യ, വ്യക്തമായി എന്ന് കരുതുന്നു. വളരെ നന്ദി വിളിച്ചതിന്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ പറഞ്ഞത് ഈ SPF 15 മതി ബേസിക്കായിട്ട് നമുക്കൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ. പക്ഷേ ഈ 30-50 ഉപയോഗിച്ചാൽ അതിൽ കുഴപ്പമുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ ആളുകളും SPF 50++ ആയിരിക്കും ഉപയോഗിക്കുന്നത്, കാരണം കൂടുതൽ ഒരു സംരക്ഷണം കിട്ടട്ടെ എന്ന് കരുതി. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ യൂസ് ചെയ്യുന്നതിന്? വലിയ കുഴപ്പം വരേണ്ട ആവശ്യമില്ല, ബട്ട് കെമിക്കൽ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ എത്ര ഉപയോഗിക്കണം. ഗൈഡ് ലൈൻസ് അനുസരിച്ച് 3 ml, നമ്മൾ യൂഷ്വലി ഫേസും നെക്കും ആണല്ലോ, മുഖവും കഴുത്തിനും 3 ml എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ടീസ്പൂണിൻ്റെ പകുതിയിൽ കുറച്ചധികം, സാധാരണ ടീസ്പൂണിൻ്റെ പകുതി 2.5 ml ആണ്, 2.5 ml ആണ്. അപ്പോൾ അതിൽ കുറച്ചധികം 3 ml ആണ്. അത്രയും സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കണം മുഖവും കഴുത്തും കവർ ചെയ്യാൻ. അതുപോലെ 2 കൈക്കും അതുപോലെ 3 ml വീതം വേണം. നമ്മൾ ഈ ഒരു ഫിംഗർ റൂളിൽ പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? 1 ഫിംഗർ ടിപ്പ്. അത് പക്ഷേ യൂഷ്വലി സൺസ്ക്രീൻ നമുക്കിപ്പോൾ ലോഷനായിട്ട് കിട്ടുന്നുണ്ടേ, മറ്റ് ക്രീമൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അങ്ങനെ പറയാം. പക്ഷേ ഇത് ഇപ്പോൾ എല്ലാം ലോഷൻ ബേസ്ഡ് സൺസ്ക്രീൻസ് ആകുമ്പം ഇതായിരിക്കും കുറച്ചുകൂടി മനസ്സിലാക്കാനും ഉപയോഗിക്കാനും എളുപ്പം. പിന്നെ ഇത് എത്ര നേരം ഉപയോഗിക്കണം, എത്ര പ്രാവശ്യം ഉപയോഗിക്കണം? ഒരു 9 തൊട്ട് 4 മണി വരെയുള്ള സൂര്യൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണെങ്കിൽ ഈ സൺസ്ക്രീനിൽ 2 തരം കമ്പണൻസ് ഉണ്ട്, കെമിക്കലും ഉണ്ട്, ഫിസിക്കൽ കമ്പണൻസും ഉണ്ട്. അപ്പോൾ ഈ കെമിക്കൽ കമ്പണൻസ് ആക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും ഇടേണ്ടി വരും. അപ്പോൾ ഒരു ഉദ്ദേശം നമ്മളൊരു കണക്ക് എളുപ്പത്തിന് ആലോചിക്കുകയാണെങ്കിൽ രാവിലെ ഒരു 8:40 ഇട്ടാൽ പിന്നെ അത് അപ്ലൈ ചെയ്യണം. കാരണം ഇതിനൊരു 3 മണിക്കൂറേ ഇഫക്റ്റ് ഉള്ളൂ. അപ്പോൾ ഇത് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പം സൺസ്ക്രീൻ ഇടുന്നു, പിന്നെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളൊരു മിഥ്യാധാരണയോടെ നമ്മൾ കൂടുതൽ സൂര്യൻ കൊള്ളുന്നു. അതൊരിക്കലും പാടില്ല. ഒരു 3 മണിക്കൂർ വെച്ച് അത് പിന്നെയും അപ്ലൈ ചെയ്യണം. ശരി ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്കിപ്പോൾ ഒരു കോളർ കൂടിയുണ്ട്. രാജേഷ് ആണ് വിളിക്കുന്നത്. രാജേഷ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ശരി, ചോദിച്ചോളൂ. രാജേഷ്, ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക.
ചോദിച്ചോളൂ. ടിവിയുടെ സൗണ്ട് കുറച്ച്. ഹലോ മാഡം. പറഞ്ഞോളൂ. ഞാൻ ഒരു ഓക്കെ ചോദിച്ചോളൂ. ഹലോ മാഡം, ഇത് ഞാൻ ഒരു ഡ്രൈവറാണ്. പറഞ്ഞോളൂ. അപ്പം ഇപ്പം ചൂടായതുകൊണ്ടായിരിക്കാം ദേഹം മൊത്തം കുരു, നല്ല ചുവപ്പ് കളറുള്ള കുരുവാണ് ഉള്ളത്. കയ്യിലും കാലിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ക്രീമൊക്കെ ഉപയോഗിച്ചു. പക്ഷെ എന്നാലും നമ്മൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ സൂചി കുത്തും പോലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. രാജേഷ്, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ശരീരത്തിന്റെ കൈയും കാലും എന്ന് പറയുമ്പോൾ ഉടുപ്പുള്ള സ്ഥലത്ത് ഷോൾഡർ, അപ്പൊ ഉടുപ്പുള്ള സ്ഥലം, സണ്ണ് കാണുന്ന സ്ഥലമല്ല, ഉടുപ്പുള്ള സ്ഥലം അല്ലേ? അതപ്പോ നമ്മൾ സാധാരണ പണ്ടേ പറയുന്ന വേർക്കുരു എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ അത് ഇംഗ്ലീഷിൽ മിലിയേറിയ എന്ന് പറയും, പ്രിക്ലി ഹീറ്റ്. അത് രാജേഷിന്റെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. രാജേഷ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വളരെ നന്ദി. നമ്മൾ കോട്ടൺ ലൂസ് ഫിറ്റിംഗ് ഡ്രസ്സസ് ഉപയോഗിക്കുക. ഇത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൽ സ്വെറ്റ് ഗ്ലാൻസ് എന്ന് പറഞ്ഞ കുറേ ഗ്ലാൻഡുകളുണ്ട്. അപ്പോൾ ഈ അടഞ്ഞു പോകുമ്പോൾ ഒരുപാട് വേർക്കുമ്പം ഇച്ചിരി അടയാൻ സാധ്യതയുണ്ട്. അടയുമ്പം ചുറ്റും വരുന്ന ഒരു ഇൻഫ്ലമേഷൻ കാരണമാണ് ഈ വേർക്കുരു വരുന്നത്. അപ്പോൾ അത് അടയാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം തീരെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സോപ്പ് ഇടാതിരിക്കുക, പല പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. പിന്നെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സസ് തന്നെ നിർബന്ധം ഇടാൻ ശ്രമിക്കുക. പിന്നെ ചെറിയ തോതിൽ നമ്മൾ കെലാമിൻ ലോഷൻ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സ്വയം ഒന്ന് ഉപയോഗിച്ച് നോക്കാം കുറയുന്നോ എന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ ബാക്കി ഡോക്ടറെ കണ്ട് ചികിത്സിക്കാം. എന്ത് വണ്ടിയാണ് ഓട്ടിക്കുന്നതെന്ന് പറഞ്ഞില്ല? ഓട്ടോ. അപ്പം പിന്നെ നല്ല ചൂട് അടിക്കുമല്ലോ അല്ലേ? കാരണം AC ഒരു നല്ലൊരു ഓപ്ഷനാണ്. AC കയറിയ ഇതെല്ലാം തനിയെ അങ്ങ് പോയിക്കോളും, ചെറിയൊരു തണുപ്പ് കിട്ടുമ്പം തന്നെ. ശരി രാജേഷ്, വളരെ നന്ദി വിളിച്ചതിന്. ഡോക്ടർ ഒരു പ്രേക്ഷകരോട് വിളിക്കുന്നുണ്ട്. ധന്യാണ് കൊല്ലത്ത് നിന്ന്. ധന്യ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ധന്യ കേൾക്കുന്നുണ്ടോ? ആ കോളർ കട്ടായി എന്ന് തോന്നുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ 3 മണിക്കൂർ ഇടവിട്ട് റീഅപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. ഇത് ഫുൾ ടൈം വെയിലത്ത് നിൽക്കേണ്ട സാഹചര്യത്തിൽ മാത്രമാണോ, അതോ നമ്മളിപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഓഫീസിനുള്ളിൽ വന്ന് ഇൻഡോർ ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഈ റീഅപ്ലൈ ചെയ്യണം? റീഅപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പോൾ പലതരം ലൈറ്റുകളുടെ താഴെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അൾട്രാ വയലറ്റ് റേസ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിസിബിൾ ലൈറ്റ് അല്ല. നമ്മുടെ സൺ സ്പെക്ട്രത്തിൽ കുറേ ലൈറ്റ് ഉണ്ട്. അതിൽ അൾട്രാ വയലറ്റ് എയും അൾട്രാ വയലറ്റ് ബി റേസുമാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ചുറ്റുപാടിലെ ലൈറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കറക്റ്റ് രീതിയിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് വേർത്തെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അത്യാവശ്യം മുഖം കഴുകേണ്ടി വന്നാൽ നിർബന്ധമായിട്ടും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, റീഅപ്ലൈ ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെ 2 വീലേഴ്സിൽ പോകുന്നവർ, അവർക്ക് ഈ സൺസ്ക്രീൻ ഈ നമ്മുടെ ക്ലൈമറ്റിൽ അത് മാത്രം പോരാ. അപ്പോൾ ഞാൻ യൂഷ്വലി എല്ലാവരോടും പറയുന്നത്, ഇപ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാക്കിയതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് വയ്ക്കും. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലെ ആ ഗ്ലാസ്സിൽ UV ഒരു സ്ക്രീൻ, അൾട്രാവയലറ്റ് സ്ക്രീൻ ഒന്ന് ഒട്ടിച്ചാൽ അതോടെ ഫേസ് ഒരുമാതിരി പ്രൊട്ടക്റ്റഡ് ആയി കിട്ടും. പിന്നെ കൈക്ക് കോട്ടൺ ഗ്ലൗസ് ഇടുക എന്നുള്ളത് നിർബന്ധം. കാരണം ഈ സൺസ്ക്രീൻ കൊണ്ട് മാത്രം ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ശരി ഡോക്ടർ, നമുക്ക് ഒരു ഇടവേളയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് തന്നെ തിരികെ എത്തും. ലേഡീസ് ബാൻഡിലേക്ക് തിരികെ എത്തുമ്പോൾ വേനൽക്കാലത്തെ സ്ത്രീകളുടെ ചർമ്മ സംരക്ഷണമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഡോക്ടർ ജോവാൻ തുടരുന്നുണ്ട്. ഡോക്ടർ, അപ്പം നേരത്തെ നമ്മൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ പൊതുവെ ആളുകൾക്കുള്ളൊരു ധാരണ ഈ ടാൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം അത്യാവശ്യം ഒന്ന് പുറത്തുപോയി ഒന്ന് കരിവാളിച്ചാൽ എന്താ, കുഴപ്പമില്ല, അതങ്ങ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പോകും എന്ന് വിചാരിക്കും പൊതുവെ ആളുകൾ. അപ്പോൾ ശരിക്കും ഈ ടാനിങ് മാത്രമല്ലല്ലോ നമുക്ക് ഈ സൂര്യപ്രകാശം അടിച്ചാൽ സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നം. ബേസിക്കലി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആര്യ പറഞ്ഞതുപോലെ ടാനിങ് മാത്രമല്ല നമ്മുടെ ഒരു പ്രശ്നം. ടാനിങ് പറഞ്ഞതുപോലെ ചിലപ്പോൾ അങ്ങ് പോകും, പക്ഷേ ലോങ് ലാസ്റ്റിംഗ്, നീണ്ട കാലം നിൽക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എനിക്ക് തോന്നുന്ന ആൾക്കാർ ബോധവൽമാന്മാരുമാണ് അതിനെപ്പറ്റി. നമ്മുടെ
സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ഏജിങ് പ്രോസസ്സ്, വയസ്സാവുന്ന ഒരു പ്രോസസ്സുണ്ട് നോർമലി, ഓരോ പ്രായം അനുസരിച്ച്. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ ഏജിങ് എന്ന് പറയും. എന്നാൽ ഈ സൺ ആ ഏജിങ് പ്രോസസ്സിനെ ഒന്ന് കൂട്ടും, സ്പീഡപ്പ് ചെയ്യും. അപ്പോൾ അതിനെ ഫോട്ടോ ഏജിങ്, സൺ ആയതുകൊണ്ട് ഫോട്ടോ ഏജിങ് എന്ന് പറയും. ആ ഫോട്ടോ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാൻ റെഗുലറായിട്ട് നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ, അതായത് സണ്ണിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ എടുത്താൽ, സൂര്യനിൽ നിന്ന് പ്രൊട്ടക്ഷൻ എടുത്താൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് വലിയൊരു പ്രോബ്ലം അല്ലാത്ത ഒരു കാര്യമുണ്ട്. അതാണ് ഈ ഫോറിനേഴ്സ് സൺസ്ക്രീനിൻ്റെ പിറകെ ഇത്രയും നിൽക്കുന്നത്. നമ്മുടെ സ്കിന്നിന് ഒരു അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഈ മെലാനിൻ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്കിൻ ക്യാൻസേഴ്സ്. അപ്പം ഈ സൺസ്ക്രീൻ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ സ്കിൻ ക്യാൻസറിൻ്റെ ചെറിയ സാധ്യതയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ തീരെ ഇച്ചിരി ഫെയർ, നമ്മുടെ ഇടയ്ക്ക് തന്നെ നല്ല ഫെയർ സ്കിന്നായിട്ട് നല്ല നിറമുള്ളവർക്ക് സൺ ബേൺസ് വരാം. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ സൺ അലർജീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ സൺസ്ക്രീൻ നമുക്ക് ഉപയോഗപ്രദമാണ്. ശരി ഡോക്ടർ, ഒരു കോളർ ഉണ്ട് നമുക്കൊപ്പം. രമ്യയാണ് തിരുവനന്തപുരത്ത് നിന്ന്. രമ്യ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടറെ, ഞാൻ കുഞ്ഞു കുട്ടി, അതായത് 5 വയസ്സ് വരെയുള്ള കുഞ്ഞു പിള്ളേരെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതെ, നല്ലൊരു ചോദ്യമാണ് രമ്യ. നമ്മളിപ്പം ഇന്ത്യയിൽ അത് നമ്മൾ അധികം അങ്ങനെ ഉപയോഗിച്ച് വരാത്ത ഒരു പരിപാടിയാണെങ്കിലും ഇപ്പോൾ വളരെ പേരൻസ് ഈ ചോദ്യവുമായിട്ട് വരാറുണ്ട്. 6 മാസത്തിന് താഴെയുള്ള പിള്ളേർക്ക് പറ്റുന്നതും സൺസ്ക്രീനുകൾ ഉപയോഗിക്കാതിരിക്കുക. അതിനേക്കാളും കുറച്ചുകൂടി പ്രായമുള്ള പിള്ളേർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ SPF 15 ആ ഒരു റേഞ്ചിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ പിള്ളേരെ നമ്മളിപ്പോൾ സ്വിമ്മിങ്, ഇപ്പോൾ അവധിക്കാലമാണല്ലോ, സ്വിമ്മിങ്ങിനൊക്കെ വിടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻസ് കിട്ടും. അത് അപ്ലൈ ചെയ്ത് വിടുന്നത് നല്ലതായിരിക്കും. ശരി രമ്യ, വളരെ നന്ദി വിളിച്ചതിന്. ഡോക്ടർ, നമ്മുടെ തുടക്കത്തിലുള്ള ഒരു കോളർ ചോദിച്ച ഒരു സംശയം തന്നെയാണ് ഈ ടാനിങ്. അത് പ്രത്യേകിച്ച് സ്ത്രീകളെ വല്ലാതെ അലട്ടുന്ന ഒരു വിഷയം കൂടിയാണ്. പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ തന്നെ വല്ലാതെ അങ്ങ് കരുവാളിച്ചു പോകുന്ന ഒരു അവസ്ഥ. അപ്പം ഈ ടാൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഒന്ന് എളുപ്പത്തിൽ മാറ്റാം എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ്. ആക്ച്വലി ഈ ടാനിങ്ങിൻ്റെ കളർ മാറ്റാനായിട്ട് പലതരം കെമിക്കൽസ് ഉണ്ട്. അപ്പം അതിൽ വൈറ്റമിൻ സി, ഇപ്പം ധാരാളം ആൾക്കാർ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാറുണ്ട്. നിക്കോട്ടിനമൈഡ് ഉള്ള സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളായിരിക്കും നമ്മൾ ഓവർ ദ കൗണ്ടർ ധൈര്യമായി വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ബാക്കി നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഈ കളറ് മാറ്റാൻ. അതെല്ലാം സ്കിൻ ടൈപ്പ്, ഏജ് ഓഫ് ദ സ്കിൻ, മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ സ്കിൻ, അതായത് ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ, അപ്പോൾ അതനുസരിച്ച് ഒരു ഡോക്ടറിൻ്റെ ഇതനുസരിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും, ഉപദേശം അനുസരിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ഈ സിറത്തിൻ്റെ യൂസേജിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു മോർണിംഗ് റുട്ടീൻ, നൈറ്റ് റുട്ടീൻ എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ആളുകൾ ഒരുപാട് പേര് ഇത് ഫോളോ ചെയ്യുന്നുമുണ്ട്. ശരിക്കും അങ്ങനെ ഒരു റുട്ടീൻ ഹെൽത്ത് കെയർ വേണ്ട ആവശ്യമുണ്ട്? അതായത് ഈ ടോണിങ്, സിറം, മോയ്സ്ചറൈസർ അങ്ങനെ ഈ രാവിലെയും വൈകിട്ടും ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ ഈ സ്കിൻ കെയറിൽ? ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. ഓരോരുത്തരുടെ ഓരോ ആഗ്രഹം അനുസരിച്ച്. ഇപ്പം ചിലർക്ക് ഇത്രയും ഞാൻ ചെയ്താലേ എനിക്ക് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ എന്ന് ഉള്ളതാണെങ്കിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഒന്നും അധികമാകല്ലേ, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ വളരെ ഇതായിട്ട്. ഇപ്പം ക്ലെൻസേഴ്സ് pH ബാലൻസ്ഡ് ആയിട്ട് 5.5 ആ റേഞ്ചിലുള്ള ക്ലെൻസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതുപോലെ സിൻഡെക്സ് ബാസ്, അതായത് കെമിക്കൽ കുറവുള്ള സോപ്സ് അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മളൊരു 2 നേരം, മാക്സിമം പോയാൽ 3 നേരമേ അത് വെച്ച് ക്ലെൻസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ടോണേഴ്സ് റെഗുലറായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. തീരെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഡെയിലി വേണമെങ്കിൽ നൈറ്റ് ഒരു നേരം ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ അല്ലാത്തവർ നിർബന്ധമാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മോയ്സ്ചറൈസർ അത് എല്ലാവരും തന്നെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ മോയ്സ്ചറൈസർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൺസ്ക്രീൻ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത് പോലെ തന്നെ മോയ്സ്ചറൈസറിൻ്റെ കാര്യവും നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. എല്ലാവർക്കും ഒരു മോയ്സ്ചറൈസർ പറ്റത്തില്ല. എല്ലാ ക്ലൈമറ്റുകളിലും ഒരാൾക്ക് സെയിം ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ പറ്റത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് നല്ല ചൂടും ഹ്യൂമിഡ് ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ അധികം വേർക്കുന്ന ഒരു സമയമാണ്. അപ്പോഴും നമുക്ക് തീരെ ഓയിലി അല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും നല്ലത്.
അപ്പം നല്ല ഓയിലി സ്കിന്നുള്ള ഒരാൾ ഈ ഒരു കാലഘട്ടം, ഇത്രയും ഹ്യൂമിഡായിട്ടുള്ള ഒരു കാലഘട്ടത്ത് നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ചാൽ തന്നെ ധാരാളം മതിയായിരിക്കും. അതേനേരം ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ അങ്ങനെയുള്ളവർക്ക്, നോർമൽ സ്കിൻ ഉള്ളവർക്ക് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാം. ഓയിലി സ്കിൻ ഉള്ളവർക്ക് തന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കണമെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും അവരുടെ സ്കിന്നിന് നല്ലത്. ശരി ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട് നമുക്കൊപ്പം. ഉഷയാണ് എറണാകുളത്ത് നിന്ന്. ഉഷ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. കോള് കട്ടായിരിക്കുകയാണ് ഡോക്ടർ. അപ്പം ഇപ്പോഴത്തെ ഒരു സ്കിൻ കെയറിന്റെ ഭാഗമല്ലെങ്കിൽ പോലും ഈ ഡെർമറ്റോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രെൻഡാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ IV അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ. ശരിക്കും ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ശരീരത്തിന് കേടാണോ അതോ നല്ലതാണോ, കുഴപ്പമില്ല എന്നാണോ? ഗ്ലൂട്ടത്തയോൺ ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് കിട്ടുന്നില്ല, ഒരു 3 ആഴ്ച മാക്സിമം. അപ്പം എന്തുവാണ് നമ്മുടെ ഗോൾ എന്നുള്ളത് പോലെ ഇരിക്കും. അപ്പം അതിൻ്റെ ഒരു മെയിൻ കാര്യം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫെയർനെസ്, വെളുപ്പ് എന്നുള്ളതല്ല, ഹെൽത്തി സ്കിൻ ഇൻ എ ഹെൽത്തി മൈൻഡ്. ആ ഒരു മോട്ടോ, ആ ഒരു തോന്നൽ എല്ലാവരുടെ മനസ്സിലും വരണം. അത് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇല്ലാത്ത ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഈ ഫെയർനെസ് ഇൻഡസ്ട്രി ഇത്രയും മുന്നോട്ട് വരുന്നത്. ഗ്ലൂട്ടത്തയോൺ അധികം എടുത്താൽ അതൊരു മെഡിക്കേഷനാണ്, അത് ദോഷം ചെയ്യാം, കിഡ്നിക്കും മറ്റുമെല്ലാം കാര്യമായി പ്രശ്നം ഉണ്ടാക്കാം. കാരണം ഒരിക്കലും ഉപയോഗിച്ച് വെളുത്ത് കഴിയുമ്പം പിന്നെ നോർമൽ ടോണിലേക്ക് സ്കിൻ പോകുമ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ പിന്നെയും അത് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ ഉപയോഗിക്കുന്നത് ഇഫക്റ്റീവാണ്. പക്ഷേ നമ്മൾ തീരുമാനിക്കണം, ഹെൽത്താണോ ഫെയർനെസ് ആണോ നമ്മുടെ ഫ്രണ്ടിൽ ആവശ്യമെന്നുള്ളതനുസരിച്ച് ഉപയോഗിക്കുക. അതാണ് പറയാനുള്ളത്. തീർച്ചയായും ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. പ്രസീതയാണ് കോഴിക്കോട് നിന്ന്. പ്രസീത, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ഡെയിലി സ്കിന്നിലൊന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പം സ്കിന്നിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ക്ലിയർ ആയില്ല, മനസ്സിലായി. ഒന്നും കൂടി ചോദ്യം ആവർത്തിക്കാമോ? ക്ലിയർ ആയില്ല. ഡെയിലി ലൈഫിൽ ഫേസിലൊന്നും അപ്ലൈ ചെയ്യാറില്ല. എവിടെ അപ്ലൈ ചെയ്യാറില്ല? ഫേസിലൊന്നും അപ്ലൈ ചെയ്യാറില്ല. ഡെയിലി ലൈഫിൽ മോയ്സ്ചറൈസറോ ഓക്കെ, ഒന്നും അപ്ലൈ ചെയ്യാറില്ല. അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ എന്തൊക്കെയാണ്, ഓയിലി സ്കിൻ ആണ്, അപ്പം യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെയാണ്, അത് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ചോദിക്കാനാണ്. പ്രസീതയുടെ സ്കിൻ ഓയിലി സ്കിൻ ആണ്. പ്രസീതയ്ക്ക് വെയിലത്ത് എന്ത് ഉപയോഗിക്കാം, അതല്ലേ ചോദ്യം? ഡെയിലി ലൈഫിൽ എന്ത് യൂസ് ചെയ്യാം, ഡെയിലി എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്. പ്രസീതയുടെ ഓയിലി സ്കിൻ എന്ന് പ്രസീത വിചാരിക്കുന്നത് സ്കിന്നിന് എപ്പോഴും ഒരു ഷൈനി, ഒരു അല്ലേ, ആ ഒരു ഫീൽ അല്ലേ, ഒരു എണ്ണമയം ഉള്ളതുപോലെ എപ്പോഴും പകലും രാത്രിയും ഒക്കെ തോന്നുന്നു. അതുകൊണ്ടാണ് അത് ഓയിലി സ്കിൻ എന്ന് വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്ലെൻസർ ഉപയോഗിക്കാം. എന്നിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പം അത്ര ഓയിലി ആവത്തില്ല. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഉപയോഗിക്കുന്ന ഒരു അറൗണ്ട് 30 SPF ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞതുപോലെ 3 പ്രാവശ്യം, ഒരു 8:30, 11:30, 2:30 ഇങ്ങനെ 3 നേരം അപ്ലൈ ചെയ്യുന്നത് നിർബന്ധമായിരിക്കും. ഇനി ഇതെല്ലാം ആണെങ്കിലും കയ്യിൽ എപ്പോഴും ഒരു കുട കരുതുന്നതും ആവശ്യമില്ലെങ്കിൽ 9 തൊട്ട് 4 വരെയുള്ള സമയം, അറ്റ്ലീസ്റ്റ് 10 തൊട്ട് 3 വരെയുള്ള സമയമെങ്കിലും പുറത്തിറങ്ങാതിരിക്കാനും കൂടി ശ്രമിക്കണം. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. വളരെ നന്ദി പ്രസീത വിളിച്ചതിന്. ഡോക്ടർ, ഈ പുറമേ ഉള്ള സ്കിൻ കെയറിനൊപ്പം തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം ഈ വേനൽക്കാലത്ത് സ്കിൻ കെയറുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതായത് പച്ചക്കറികളും പഴങ്ങളും ഫ്രഷായി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ പലതരം പഴങ്ങളും പച്ചക്കറികളും അവൈലബിൾ ആണ്. അവയിലെല്ലാം വൈറ്റമിൻ സി, വൈറ്റമിൻ എ, ഇങ്ങനെ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം വേണ്ട പലതരം വിറ്റമിനുകളും ഉള്ള ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് അധികം ഉപയോഗിക്കാൻ ശ്രമിക്കുക. തീരെ ഫാറ്റി ആയിട്ടുള്ളതും ഫാസ്റ്റ് ഫുഡ് സാധനങ്ങളും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളം ധാരാളം, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഒരു ഡൾ ഫീലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഒരിക്കലും ശരിയാവുന്നില്ല എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് എങ്ങാനും കണ്ട് നമ്മുടെ ബ്ലഡ് ഒന്ന് നോക്കുക. കാരണം രക്തക്കുറവ് നമ്മുടെ മലയാളികളിൽ കാണുന്ന ഒരു വലിയ കാര്യമാണ്. അതാവാം, തൈറോയിഡിന് വ്യത്യാസമുണ്ടെങ്കിൽ സ്കിന്നിന് ഒരു ഡൾ ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും.
വളരെ നന്ദി ഡോക്ടർ. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും വേനൽക്കാലത്തെ സ്ത്രീകളുടെ ചർമ്മ സംരക്ഷണം, സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത, ഏത് സൺസ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ വിശദമായ ഒരു ടോക്ക് തന്നെയാണ് ഡോക്ടർ നമുക്ക് നൽകിയത്. SMCSI കാരക്കോണം മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജോആൻ ഫെലിസിറ്റ സാംസൺ ആണ് നമ്മളോടൊപ്പം ചേർന്നത്. വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലേഡീസ് ബാൻഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.